ഓക്കെ, ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് സി ജി എൽ 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഒരു സർട്ടൻ സം ലെൻഡ് ചെയ്തു X%. ഓക്കെ, ലെൻഡ് ചെയ്തു X%, റേറ്റ് പെർസെൻറ്റേജ് X% ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് 3 വർഷത്തേക്കാണ് കണക്കാക്കിയിരിക്കുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് 3 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. If the amount was lent by 3x%, y more year added, then simple interest would have been 7 times earlier interest. Then what is the value of y? y ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ PNR/100 ആണെന്നറിയാം. ഇതിനകത്ത് P ഇല്ല, R ഇല്ല, N കറക്റ്റായിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് വാല്യൂ പുട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനാണെങ്കിൽ P എന്ന് പറയുന്നത് 100 എടുക്കുകയാണ്, കാരണം കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി. അതുപോലെ തന്നെ X%. ഇതിൽ ചോദിച്ചിരിക്കുന്ന വൈക്ക് വാല്യൂ കൊടുക്കരുത്, ബാക്കി ഏത് വേണമെങ്കിലും നമുക്ക് വാല്യൂ കൊടുക്കാം. അപ്പോൾ ഞാൻ X എന്ന് പറയുന്ന 10 എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ്, 3 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ PNR/100 ആണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 30% എടുത്താൽ മതി. 100ൻ്റെ 30%, 30 രൂപ എന്ന് പറഞ്ഞു കിട്ടും. അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ എമൗണ്ട് വാസ് ലെൻഡ് ബൈ 3x%, 3x% ആയിരുന്നുവെങ്കിൽ 3x%, 3x% എന്ന് പറയുമ്പോഴത്തേക്കും 30%. ഓക്കെ, പുതിയ കേസിൽ റേറ്റ് പെർസെൻറ്റേജ് 30%. നമ്പർ ഓഫ് ഇയേഴ്സ് 3 മോറാണെന്ന് പറഞ്ഞു, y മോറാന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷവും പിന്നെ ഒരു y വർഷവും. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് വുഡ് ബി 7 ടൈംസ് ഏർലിയർ, നേരത്തെ ഉള്ളതിനേക്കാളും 7 ഇരട്ടിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 210. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് PNR/100 ചെയ്താൽ മതി. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് പെർസെൻറ്റേജ് പുതിയത് 30% പ്ലസ് N നമ്പർ ഓഫ് ഇയേഴ്സ് ബൈ 100. 100 ക്യാൻസൽ ചെയ്തു പോകും. ഈ 30% പകരമാണ് നമ്മൾ ബൈ 100 എടുത്തത്. 30 ഇത് ക്യാൻസൽ ചെയ്തു പോകും, 7 എന്ന് പറഞ്ഞു വരും. 3 + y എന്ന് പറയുന്നത് 7 എന്ന് പറഞ്ഞു കിട്ടും. വൈയുടെ വാല്യൂ 7 - 3 4 എന്ന് പറഞ്ഞു കിട്ടും. നിങ്ങൾ അല്ലാതെ എക്സും വൈയും ഓരോ വേരിയബിൾ ഇട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആൻസർ വരുന്നത് 4 ആയിരിക്കും.